They love the Lord, fear the Lord, obey the Lord, serve the Lord, and walk in the path of the Lord. When we think about the covenant, we should think about loving the Lord, obeying the Lord, fearing the Lord, walking in the path of God, and serving the Lord. Praise the Lord. ഒന്നാമത്തെ കാര്യം, നാഥന്റെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മുടെ നാഥനെ നമ്മൾ ഭയപ്പെടുന്നവരായിരിക്കണം. When we are walking towards God, we must fear our God. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടി എന്നുള്ള അർത്ഥമല്ല. Fear does not mean being afraid. എബ്രായ ഭാഷയിൽ ആ പദത്തിന്റെ അർത്ഥം കർത്താവിനോടുള്ള ബഹുമാനത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിക്കപ്പെട്ടതായിരിക്കണം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The Hebrew derivative of fear means to respect and to obey the Lord. അതായത് റെവറൻഷ്യൽ ഫിയർ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. A reverential fear is what we ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമായിരിക്കണം ഹല്ലേലൂയ നാഥന്റെ മുമ്പിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടത്. We must surrender ourselves and respect God. നമ്മൾ വായിക്കുന്നില്ലേ, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. We should be full of the fear of God. അതായത് സാങ്ക്ടിഫിക്കേഷന്റെ മറ്റൊരു പേരാണ് ഫിയറിംഗ് ലോർഡ് എന്ന് പറയുന്നത്. The other term given to sanctification is fearing God. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോട് നാം ചെയ്ത കവനന്റ് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ വല്ലപ്പോഴും ഒക്കെ? Have we thought about the covenant that we've made with the Lord in this way? കാര്യമൊക്കെ നടത്തി ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തന്നതിന് ശേഷം നമ്മൾ വായിച്ചതുപോലെ മുഖം തിരിച്ചു കളയുന്ന ഒരു മനോഭാവമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? Are we people that turn our backs to God once He has granted us all our desires? അതോ പാഴും ശൂന്യവുമായ ഇരുട്ടുള്ള വെള്ളമില്ലാത്ത വഴിയിൽ കൂടിയൊക്കെ കൊണ്ടുവന്നത് നമ്മൾ മറന്നുപോയോ? Have we forgotten about the ways that God has led us through the darkness in the wilderness? ഒരു ജഡ്ജിന്റെ മുമ്പിലല്ല നമ്മൾ നിൽക്കുന്നത്, അപ്പന്റെ മുമ്പിൽ മക്കൾ നിൽക്കുന്നത് പോലെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതാണ് ഫിയറിംഗ് ഗോഡ് എന്ന് പറയുന്ന വാക്ക്. We are not standing before a judge, we are standing before our Father like He has mercy on His children. That is what fear means. ഫിയർ മാത്രം പോരാ, അടുത്തത് ഫോളോ. എന്താണ് സ്തോത്രം? അവന്റെ വഴികളിൽ നടക്കണം. എന്താ എല്ലാ വഴികളിൽ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, it is not just enough to fear God but also to follow God. What does this mean? നമ്മളോട് ഒബീഡിയന്റ് ആകാൻ പറഞ്ഞ എല്ലാ വഴികളിലും എന്നാണ് അതിന്റെ അർത്ഥം. It means to obey God in all our doings. Praise the Lord, hallelujah. ഇവിടെ നമ്മൾക്ക് hallelujah ഒരു cause and effect കാണാമല്ലേ? We can see a cause and effect in this. എന്താണ് cause ഇവിടുത്തെ? What is the cause? Fearing, അതാണ് cause. That is the fear is the cause. അതിന്റെ effect എന്തുവാ? What is the effect? Walking. That is walking. അപ്പോൾ ദൈവഭയം ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നമ്മൾ നടക്കുന്നവരായിരിക്കും. If we fear God, then we will walk in His ways. ഈ നടപ്പെന്നുള്ളതിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് മീനിങ് എന്താണെന്ന് അറിയാമോ? അവന്റെ മുൻപാകെ ജീവിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The New Testament meaning of walking with God is to walk in His ways. ഹല്ലേലൂയ, അവന്റെ എല്ലാ വഴികളിലും നടക്കുക. To walk in all His ways. ഇത് നമ്മൾ റോമർക്ക് ലേഖനം 8-ാം അധ്യായത്തിലും ഗലേഷ്യൻസ് 5-ലും നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, അതായത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം, അവന്റെ എല്ലാ വഴികളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ന്യൂ ടെസ്റ്റ്മെന്റ് അണ്ടർസ്റ്റാൻഡിൽ കർത്താവിന് യോഗ്യമായ വഴിയിൽ നടക്കണം, വിളിക്ക് യോഗ്യമായി നടക്കണം, വിശുദ്ധമായി നടക്കണം, ആത്മാവിൽ നടക്കണം. അതൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. We read about what this walking in the Spirit means in Romans chapter 8 and Galatians chapter 5, to be walking in the Spirit of God according to our calling. ആരാധനയ്ക്കൊക്കെ നമ്മൾ പാടുമ്പോൾ ഹല്ലേലൂയ സ്നേഹമേ പ്രേമമേ എന്നൊക്കെ നമ്മൾ വളരെ നെഞ്ചത്തൊക്കെ കൈവച്ച് പാടും. When we are singing songs in worship, we sing about love and we put our hands on our chest by singing this. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടാണോ ഈ പാട്ടൊക്കെ നമ്മൾ പാടുന്നത്? Are we truly meaning this when we are singing these songs? ഞാൻ പെട്ടെന്ന് പോട്ടെ. ഇനി മൂന്നാമത്തെ love the God. Third thing is to love the Lord. Hallelujah. What is the real meaning of love the God? What is the real meaning of loving God? ഒരു ഭക്തൻ പറഞ്ഞത് എങ്ങനെയാണ്? കർത്താവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാമം ഡിസോണർ ആകുമ്പോൾ, അഥവാ ദുഷിക്കപ്പെടുമ്പോൾ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം എന്റെ ഹൃദയം വേദനിക്കാറുണ്ട്. The meaning of loving God is when the name of God is dishonored, is your heart being troubled and is your heart being sorrowful. ആ ഹൃദയം വേദനിക്കുന്നതിന്റെ പേരാണ് ലവിംഗ് ഗോഡ് എന്ന് പറയുന്നത്. That broken heart is what it means to love God. Hallelujah. Love of God എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും കർത്താവിനെ മുന്നിൽ വെക്കുക. Loving God means to put God at the first of everything. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. To seek ye first the kingdom of God. എന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി എന്റെ ദൈവമാണ്. The priority of my life is God. അതാണ് ലവിംഗ് ഗോഡ് എന്ന വാക്കിന്റെ അർത്ഥം. That is what loving God means. ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ ആ വ്യക്തി പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കുമല്ലേ? When a person loves us, we will listen to what they have to say. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വേദവാക്യമാണ് 42-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്താ? സ്തോത്രം. മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. That is the meaning of loving God. Psalms 42 verse 1, which we all know, as a deer pants for the streams of water, so my pants for. Hallelujah. ഇത് പകൽ ദൈവദാസൻ ഹല്ലേലൂയ ദൈവത്തെ കൂടി നമ്മളോട് സംസാരിച്ചതുപോലെ സാഹചര്യങ്ങൾ ചിലപ്പോൾ മോശമായെന്ന് വരാം, എന്നാലും പറയണം എന്റെ കർത്താവ് എനിക്ക് നല്ലവനാണെന്ന്.
Pastor Angel spoke today, our situations may not be for us, but we still have to love the God. ജീവിതത്തിൽ പ്രയാസങ്ങൾ